ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തെളുപ്പം, ബാക്കി വന്ന ഇഡ്ഡലി മാവോ ദോശമാവോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമുക്ക് ഒന്ന് ഒഴിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഓരോ കുഴിയിലും ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇത് ദോശമാവ് ബാറ്റർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മാവ് ബാക്കി വന്നില്ലെങ്കിലും നമുക്കിതുപോലെ അരച്ചെടുത്തും ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ കുഴിയിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയാൽ ഇതുപോലെ കാണാം. ഇനി ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കുറച്ചും കൂടി വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ അപ്പവും ഇതുപോലെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറ്റേ സൈഡും ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇതൊന്ന് വെന്ത്, അങ്ങനെ ഇപ്പോൾ മറ്റേ സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിൽ നിന്ന് ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ഇതുപോലെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച മടുത്തെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ നമുക്കൊരു വെറൈറ്റിയൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് എത്ര പെട്ടെന്ന് റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒന്നിച്ച് നമുക്ക് സാമ്പാറോ തേങ്ങാ ചട്നിയോ അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് കറി വെച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. എനിക്കിതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷനായി തോന്നിയിട്ടുള്ളത് തക്കാളി ചട്നിയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ തക്കാളി ചട്നി ചേർത്താണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം.